മലപ്പുറം കോഡൂരിൽ ബസ് ജീവനക്കാരുടെ മർദ്ദനമേറ്റ് ഓട്ടോ ഡ്രൈവർക്ക് ദാരുണാന്ത്യം. ഈ വാർത്ത കേട്ടപ്പോൾ വല്ലാത്ത ഒരു വേദനയായിരുന്നു. ഈ റമദാനിൽ നോമ്പ് തുറക്കാൻ കാത്തിരിക്കുന്ന ഒരു കുടുംബം ഉണ്ടാവില്ലേ ആ മനുഷ്യന്? കുടുംബം പോറ്റാനാണല്ലോ എല്ലാവരും രാവിലെ നോമ്പും എടുത്ത് പണിക്കിറങ്ങുന്നത്. ഒരു ഓട്ടം വിളിച്ചതിൻ്റെ പേരിൽ ആ ജീവൻ തന്നെ ഇല്ലാതാക്കിയിട്ട് എന്ത് നേടാനാണ്? അബ്ദുൽ ലത്തീഫ് എന്ന് പറയുന്ന കോഡൂരിലുള്ള ഒരു ഓട്ടോ ഡ്രൈവറാണ് ഇന്നലെ ദാരുണമായി കൊല്ലപ്പെട്ടത്. ഇന്ന് മലപ്പുറത്ത് വൻ പ്രതിഷേധമാണ് നടക്കുന്നത്. ഇന്നലെ രാവിലെ 9:30 ഓട്ടോ ഡ്രൈവറായ അബ്ദുൽ ലത്തീഫിന് ബസ് ജീവനക്കാരുടെ മർദ്ദനമേറ്റത്. തിരൂർ മഞ്ചേരി റൂട്ടിലോടുന്ന ബസ് ജീവനക്കാരനാണ് അബ്ദുൽ ലത്തീഫിനെ മർദ്ദിച്ചത്. ബസ് കാത്തു നിന്നവരെ ഓട്ടോയിൽ കയറ്റി എന്ന പേരിലാണ് ബസ് ജീവനക്കാർ മർദ്ദിച്ചത്. അങ്ങനെ ആ മനുഷ്യൻ തൻ്റെ സ്വന്തം ഓട്ടോയിൽ മലപ്പുറം താലൂക്ക് ആശുപത്രിയിലേക്ക് പോകുന്ന വഴിക്കാണ് കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു. 49 വയസ്സാണ് അബ്ദുൽ ലത്തീഫിന്. കഴുത്തിൽ മുറിപ്പാടുകളും ഉണ്ടായിരുന്നു. അബ്ദുൽ ലത്തീഫ് ബസ്സിൻ്റെ മുമ്പിൽ നിന്നും ആളെ കയറ്റി എന്ന പേരിലായിരുന്നു തർക്കം. അതും അബ്ദുൽ ലത്തീഫ് ബസ് സ്റ്റോപ്പിൽ നിന്നും ആയിരുന്നില്ല ആളെ എടുത്തിരുന്നത്. ആ പേരിലാണ് ബസ് ജീവനക്കാരിൽ അബ്ദുൽ ലത്തീഫിനെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. നിരന്തരം വർദ്ധിച്ചു വരുന്ന ഈ കൊലപാതകങ്ങൾ കൂടി വരികയാണ് ഈ സമൂഹത്തിൽ. ഒരു ജീവൻ തന്നെ ഇല്ലാതാക്കിയിട്ട് എന്ത് നേടാനാണ് ഈ മനുഷ്യർക്ക്? തിരൂരും ഇതുപോലെ ഒരു സംഭവം ഉണ്ടായി. സ്വന്തം ഭാര്യയെ ഓട്ടോയിൽ കയറ്റി എന്ന പേരിലായിരുന്നു ആ സംഭവം. ആളെ വിളിച്ച് ഓട്ടോയിൽ കയറ്റി എന്ന പേരിൽ ബസ് ജീവനക്കാർ അയാളെ മർദ്ദിക്കുകയായിരുന്നു. അതടിച്ചു തീർക്കണമായിരുന്നോ? വേറെ എന്തെല്ലാം വഴികളുണ്ട്? എന്തായാലും അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അയാൾക്കുമുണ്ടാവില്ലേ കുടുംബം? ഭക്ഷണമുണ്ടാക്കി നോമ്പ് തുറക്കാൻ കാത്തിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ തീരാ നഷ്ടത്തിൽ